ഇവിടെ നിന്ന് കറങ്ങിയാൽ തീർന്നു കേട്ടോ നമ്മളെ കാര്യം. നമ്മൾ ഏതാണ്ട് 6000 ഫീറ്റിലോട്ടായിരിക്കും നമ്മൾ വീഴാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാറക്കല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടാ. പിന്നല്ല ഓ എടാ ആളിയ കീറി 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 ഓ എന്റെ ടയർ പോയി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവർട്ട് ഗിവിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്നോ റണ്ണർ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. നമ്മൾ സ്നോ റണ്ണറിൽ ഒരു പ്രീമിയം കാർ സർവീസ് സെന്റർ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് 2-3 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു BMW X6ന്റെ ഓണറാണ് ഗൈസ്. പുള്ളിക്കാരൻ നമ്മുടെ കയ്യിൽ വണ്ടി ഏൽപ്പിച്ചിട്ട് സസ്പെൻഷനും അതുപോലെ തന്നെ വണ്ടിയുടെ ടയേഴ്സും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഗൈസ് നമ്മൾ ഈ BMW ഇട്ടിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യണം. നമ്മൾ പോകുന്ന വഴി അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ BM എന്തായാലും പോകത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു ട്രക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ ഓണർ ആണെങ്കിൽ വേറൊരു ട്രക്കിന്റെ പുറത്ത് കയറ്റിയാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ സ്വന്തം ട്രക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്. അതിന്റെ അടുത്തോട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയിട്ട് അതിൽ കയറ്റിയിട്ട് വേണം നമുക്ക് പുള്ളിക്ക് ഡെലിവറി ചെയ്യാനായിട്ട്. ഞാൻ നമ്മുടെ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഗൈസ്. ഇതിന്റെ സൗണ്ട് നോർമൽ BM പോലെയല്ല, വേറെ ഏതോ വണ്ടിയുടെ സൗണ്ടാണ്. നിങ്ങൾ എന്തായാലും കേട്ടോ കേട്ടാ. എന്താ ഓണാവത്തെ? ഓക്കെ, അത്യാവശ്യം നല്ല പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കിടന്നിട്ട് ലോ ഗിയറിൽ ഓടി 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 എഞ്ചിനൊക്കെ ഏതാണ്ട് നല്ല പരിവായിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യട്ടെ. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് മറ്റേ നമ്മുടെ ലോറി കിടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. അവിടെ നിന്ന് ഈ വണ്ടി അതിൻ്റെ പുറത്ത് കയറ്റിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതിൻ്റെ ഇന്റീരിയർ കാണിച്ചു തരാം ഗൈസ്. ഇത് ഇന്റീരിയറൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അകത്തൊരു തുള്ളി ചെളി പോലും ഇല്ല വണ്ടിക്കകത്ത്. വണ്ടിയൊക്കെ നൈസ് കേട്ടോ, വണ്ടിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയല്ല. പുള്ളിക്കാരൻ എന്താണ് ഈ BM എടുത്തതെന്ന് എനിക്കറിയത്തില്ല. നമുക്കിതിൻ്റെ സസ്പെൻഷനൊക്കെ റേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടുവരാം കേട്ടോ ഗൈസ്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ ഓണർ നമ്മൾ ഫ്രണ്ട് ആയതുകൊണ്ട് പുള്ളിക്കാരൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടയർ മാറ്റിയത് ഞാനാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് കോട്ടം ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു കേട്ടോ. ബാക്ക് ടയറും അലൈൻമെൻ്റ് ഒന്നും ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്ന ധൈര്യമായിട്ട് ഓടിച്ച് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളെ ഗാരേജ് ഇവിടെയാണ്. അപ്പോൾ നമ്മളെ ട്രക്ക് ഇവിടെ നിന്ന് നമുക്ക് പുറത്തെടുക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ട്രക്ക്. അത്യാവശ്യം ഇത് ഞാൻ കുത്തിയിരുന്ന് മോഡിഫൈ ചെയ്ത വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട് ഈ വണ്ടി. ഇത് ഞാൻ BM കൊണ്ടുപോകാൻ, നമ്മളെ പ്രീമിയം കാർസ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ പണി ചെയ്തിറക്കിയ വണ്ടിയാണ് കേട്ടോ. ആ പോട്ടെ പോട്ടെ, റിവേഴ്സ് പോട്ടെ 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 പോട്ടെ. ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ടയേഴ്സിൽ നമ്മൾ മറ്റേ ചെയിൻ ഇട്ടിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി ഒരല്പം ഒന്ന് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി റെഡി. ഓക്കെ, സെറ്റ്. ഇനി നമുക്കിത് താഴ്ത്തണം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രശ്നമുള്ള പരിപാടി. ഓക്കെ ഓക്കെ ഓക്കെ, ഈസി ആട്ടോ താഴ്ത്താനൊക്കെ ഈസിയാണ്, വലിയ പാടൊന്നുമില്ല ഗൈസ്. ഇനി നമ്മൾ നമ്മുടെ BM-ന് ഇതിൻ്റെ മുകളിലോട്ട് കയറ്റണം. നല്ല പുകയുടെ ഈ BM-ന്. ലെറ്റ്സ് ഗോ. അടിപൊളി. കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് സ്പീഡിൽ വന്ന് കയറ്റാട്ടോ, അല്ലാതെ കയറത്തില്ല ഇത്. പോട്ടെ 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 പോട്ടെ. ഇത് പ്രോപ്പറാണ് കേട്ടോ. ഇത് കയറി കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ പിടിച്ചിരിക്കും വണ്ടി. ഓക്കെ, സെറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ ബാക്ക് ടു ട്രക്കിലോട്ട് പോവാണ്. ഇനി നമുക്കിതിനെ താഴ്ത്തണം. വണ്ടി താനെ അങ്ങ് ഓഫായി പോവാ. കൺട്രോൾ ഇവാക്വേറ്റർ, ഇതിനെ ഇനി താഴ്ത്തണം. അയ്യോ, പൊങ്ങി പോവാടെ. ഇത് ഗൈസ്, ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പരിപാടി കേട്ടോ. കൺട്രോൾസ് അറിയത്തില്ലെങ്കിൽ നമ്മൾ വെട്ടുപോകും. വായ. ഓക്കെ, സെറ്റ്. ഇനി നമുക്കിതിനെ ലോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ടയർ വണ്ടി അല്ലെങ്കിൽ സ്ലിപ്പായി പോകും നമ്മൾ ഓർണേൻ്റെ ഇടയ്ക്ക്. ഓക്കെ, നമ്മൾ BM-ന്റെ 4 ടയേഴ്സ് നമ്മളിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതിനെ ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകാം. നമുക്കിത് ആ കാണുന്ന ഓഫ് റോഡ് പിടിച്ചാണ് പോകേണ്ട കേട്ടോ. ഓഫ് റോഡ് ആയതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ BM-ൽ തന്നെ ഓടിപ്പോകേണ്ട കാര്യമേ ഉള്ളൂ. ഈ വണ്ടി നമ്മളെ BM എന്ന് പറയുന്നത് ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് വണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതുവഴി കൊണ്ടുപോകാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, കയറി വാ. എടാ, ഇപ്പോഴേ കടന്ന് കറങ്ങും. ഇനി എത്ര ദൂരം പോകാനുണ്ടെന്ന് അറിയോ? അത്രേ ഉള്ളൂ. പോട്ട്. എടാ, ഈ വണ്ടി തന്നെ കയറുന്നില്ല.
ആ പോട്ടെ 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 പോട്ടെ. എത്ര വീലുണ്ടാ ഇതിന്? 1 2 3 4 5 6 7 8 9 10 11 12 വീലുള്ള ട്രക്കാട്ടോ. പക്ഷെ ചെറിയ വണ്ടി പോലെ തോന്നുന്നത്. 12 വീലുണ്ട് ഗൈസ് യവന്. ഗൈസ് എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം മഞ്ഞൊക്കെ വരുന്ന റോഡാണ്. അപ്പോൾ പാറ എന്തായാലും കാണും. നമ്മൾ അതുകൊണ്ടാണ് ബാക്ക് വീൽസ് ഒക്കെ നമ്മൾ ചെയിനിൽ തന്നെ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഹൈ ഗിയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹൈ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാനൊക്കെ പറ്റും. ഈ തേരി ഹൈ ഗിയറിലൊന്ന് കയറ്റി നോക്കട്ടെ. എടാ തേരിയൊക്കെ ഹൈ ഗിയറിൽ കയറി പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ പള്ളി വിഷയം വണ്ടി കേട്ടാ. ഇല്ല 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 കയറത്തില്ല കയറത്തില്ല കയറത്തില്ല. കയറ്. നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഇപ്പോഴേ ഇട്ട് പോവാം കേട്ടോ. അപ്പോൾ സീനില്ല. ഓൾ വീൽ ഡ്രൈവ് ആകുമ്പോഴത്തേക്കും എല്ലാ ടയറും അങ്ങ് പിടിച്ച് പൊക്കോളും. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹൈ ഗിയർ ഇടാം കേട്ടോ. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുന്ന റൂട്ട് വരുമ്പോൾ ഹൈ ഗിയർ ഇടാം. ഗൈസ് ഇൻറ്റീരിയറിൽ നമ്മൾ മറ്റേ വെയിലടിക്കുമ്പോൾ അകത്ത് കയറാതിരിക്കാനുള്ള ടിൻ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിസിബിലിറ്റി കുറവായിരിക്കും. നമുക്ക് ഡാഷ് ക്യാമൊക്കെ ഉണ്ട് കേട്ടോ. സോറി, ബാക്ക് ക്യാമൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിൽ നമ്മുടെ BM-ൻ്റെ കണ്ടീഷനൊക്കെ ക്യാബിനിലിരുന്ന് തന്നെ അറിയാൻ പറ്റും. ഇവിടെ വണ്ടി പറന്നാണ് അവിടെ പോകുന്നത്. അളിയെ പോട്ടെ 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 പോട്ടെ. റോഡ് ഭയങ്കര മോശം കേട്ടോ. ലെറ്റ്സ് ഗോ. നമ്മുടെ ട്രക്കിനും ഒന്നും വരുത്താതെ നമുക്ക് അവിടെ എത്തിക്കണം. അതും ഒരു ടാസ്ക്കാണ്. ഞാൻ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓണാക്കി ഇടാം. വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറും കേട്ടാ. വേണോ ലൈറ്റ്? വേണോ? ലൈറ്റ് ഇട്ടാൽ ബോറാവോ? ഓക്കെ, വരട്ടെ വരട്ടെ വരട്ടെ. ട്രക്ക് ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ നമ്മുടെ. ഇനി അങ്ങോട്ട് എങ്ങനത്തെ റോഡാന്ന് വരാൻ പോകുന്നതെന്നൊന്നും ഒരു പിടുത്തം ഇല്ല കേട്ടാടാ. ലെറ്റ്സ് ഗോ. നമുക്കൊന്ന് ഹൈ ഗിയർ ഇട്ട് പോയി നോക്കാം ഗൈസ്. നല്ലൊരു എടാ വണ്ടി എങ്ങോട്ടൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നറേ. ഓളിയ നല്ലൊരു വെള്ളക്കെട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെളി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടിയുടെ കോലം കേടും ഗൈസ്. ഇതുവഴി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുണ്ട് ഇപ്പോൾ വണ്ടി ആടാൻ. ഇത് കയറി ഇറങ്ങുമ്പോഴത്തേക്കും ആ ലുക്ക് അങ്ങ് പോകും. ഓക്കെ, കല്ലൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പിന്നല്ല ഗൈസ്, ചെയിൻ ടയർ ആയതുകൊണ്ട് നമ്മൾ ടയറിൽ ചെയിൻ ഇട്ടുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഒരു കുഴപ്പമില്ലാണ്ടങ്ങ് പൊക്കോളും കേട്ടോ. ആടാ അടുത്ത് നല്ല ചെളി. എൻ്റെ പള്ളി. ഗൈസ് മഴ പെയ്ത് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഫ്ലഡ് വന്ന് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കിടപ്പുണ്ടാവും. സോ നമ്മൾ നോക്കി പോയില്ലെങ്കിൽ ഇതിൻ്റെ ആഴമൊക്കെ എത്രയെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഏത് സൈഡാണ് ആഴം കൂടുതൽ, എവിടെയൊക്കെ കുടിയുള്ളതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്തെടുക്കാം കേട്ടോ. ഓടോ, അവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. വണ്ടിയുടെ കോലത്തിൻ്റെ വണ്ടിയുടെ കോലമൊക്കെ മാറും കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാറക്കല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആളിയ ടയർ തന്നെ കാണാൻ പറ്റുന്നില്ല. നല്ല വലിയ കുഴിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര വലിയ കുഴിയൊന്നും ഇല്ല. ഡിഫറൻഷ്യൽ ലോക്ക് ഓൺ ആയതുകൊണ്ട് എല്ലാ ടയറും പിടിച്ച് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ആ കയറി 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 കയറി. BM അവിടെ അനങ്ങാതെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളെങ്കിൽ ഇതിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. നമുക്ക് ഓടിച്ച് വന്നാൽ മതിയായിരുന്നു. BM എന്നെ ഓടിച്ച് വന്നാൽ മതിയായിരുന്നു. BM-ൽ നമുക്കിനി റാലിയുടെ സസ്പെൻഷൻ കയറ്റി ഇതുവഴിയൊക്കെ ഓടിച്ചിട്ട് വരാം. ഓക്കെ. എടാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെളിയാണല്ലോ പണ്ടാരം. ഇതാ അടുത്ത സ്റ്റെപ്പ് ചെളി. ഇവിടെയും കുഴിയൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇന്റീരിയർ വ്യൂ കാണിച്ചു തരാം കേട്ടോ ചെളിയിൽ ഇറക്കുമ്പോഴുള്ള. ഓളിയ പ്രശ്നമാണ് ഗൈസ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് കയറ്റി തന്നെ എടുക്കാം കേട്ടോ. ഈ നടുക്കൊക്കെ നല്ല കുഴിയായിരിക്കും. സ്ഥിരം വണ്ടി ഓടുന്ന റോഡൊന്നും അല്ല. സോ എവിടെയൊക്കെ കുഴിയാണോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ വായോ കുഴപ്പമില്ലാണ്ട് കയറി വരുന്നുണ്ട് കേട്ടാ. ഓ ആ ഇനി ലെഫ്റ്റ്. ഞാൻ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഓടിച്ചാ കൊണ്ടുവരണേ. പിന്നെ അല്ല, കയറി ഇടയ്ക്കിടയ്ക്ക് കുഴികളൊക്കെ ഉണ്ട്. കുത്തനെ കുഴികളൊക്കെയാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ നല്ല ചെളിയായിട്ടുണ്ട് വണ്ടീൻ്റെ. നമുക്ക് അത്യാവശ്യം കുറേ ദൂരം പോകാനുണ്ട് ഇത് ഡെലിവറി ചെയ്യാനായിട്ട്. ബ്രേക്കൊക്കെ പക്കയാട്ടോ. പക്ഷെ നമ്മൾ കൂടുതലും ഗിയറിലായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ ഒരുപാട് നേരം ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ബ്രേക്ക് കിട്ടത്തില്ല. നല്ല കുത്തിറക്കമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അമ്മാതിരി ഇറക്കമൊക്കെയാണ് ഗൈസ് വരാൻ പോകുന്നത്.
ബ്രേക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ. ആന ചൂളം വിളിക്കുന്ന പോലെ ഇത് ബ്രേക്ക് കിട്ടുമ്പോൾ സൗണ്ട് കേൾക്കുന്നത് കണ്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇന്റീരിയറിൽ നമ്മൾ ടിൻറ്റ് ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് നേരെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഡാർക്കൊക്കെ ആയിട്ടിരിക്കുന്ന മൊത്തത്തിൽ. ഇനി അങ്ങോട്ട് ഫുള്ള് ഇറക്കമാണെന്ന് കേട്ടോ തോണേ. ഈ ഇറക്കം നമ്മൾ നോക്കി പോകണം ഗൈസ്. ഞാൻ ഏറ്റവും സെക്കൻഡ് ഗിയറിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ. വണ്ടി താനെ ഓഫായിടേ. ഓണോ ഇവിടെ ഒരു കുത്തിറക്കം വന്നിട്ടുണ്ട്. ഒരിറക്കം കഴിഞ്ഞാൽ അടുത്തൊരു കിടിലൻ തേരിയാണ് കേട്ടോ. അതാണ് ഈ മാപ്പിൻ്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണും. നമ്മളിപ്പോൾ സ്മൂത്തായിട്ട് ഇരിക്കുകയാണെങ്കിൽ വിചാരിച്ചോളം എന്തോ വലുതെടുത്ത് വരാറുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇറക്കമൊക്കെ സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടാ. ഞാൻ ഒരുപാട് സ്പീഡിൽ നമ്മൾ പോകുന്നില്ല. എങ്കിൽ നമ്മളെ BMW ഒക്കെ ഇളവി എവിടെയെങ്കിലുമൊക്കെ പോകും. സോ അതും നോക്കണം. വണ്ടി വീഴാതെ നമുക്ക് കൊണ്ടുപോവുകയും വേണം. അതാണ് വേറൊരു ടാസ്ക്. പൊക്ക വേറെ സീനില്ല കേട്ടോ. ലെറ്റ്സ് ഗോ. എടാ നല്ല വലിയ സൈസ് പാറക്കല്ലൊക്കെ കേട്ടോ കിടക്കുന്നേ. ഫ്രണ്ട് ഗ്രില്ല് വെച്ചിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം വണ്ടിക്ക് ഡാമേജ് വരുത്താതെ അത് കുറേ തടുത്ത് നിർത്തുന്നുണ്ട്. മെയിനായിട്ട് ഈ കല്ലുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഗ്രില്ല് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ റൂട്ട് അത്യാവശ്യം നല്ലപോലെ കല്ലും അതുപോലെ തന്നെ മഡ് ഉള്ള സ്ഥലമാണ്. ഓക്കെ പോട്ടെ. ഞാനത് ആദ്യം കണ്ടപ്പോൾ ഒരു റോഡാന്ന് വിചാരിച്ചേട്ടാ. റോഡല്ല കൈസ്, അത് വേറെ ഏതോ. അത് ഇറക്കമാണ് അവിടെ. സീൻ വഴിയുടെ ഒന്നും പറയാനില്ല. പോട്ടെ. ലെറ്റ്സ് ഗോ. നമ്മൾ ഡീസൽ എത്ര കടപ്പുണ്ടെന്ന് അറിയത്തില്ലടേ വണ്ടിയിൽ. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാണ് വരുന്നത് ഗൈസ്. പക്ഷെ ഫുള്ള് ലോ ഗിയറിൽ ഇറങ്ങി വരണോണ്ടേ അറിയത്തില്ല ഇത് എത്ര നേരം നിൽക്കുമെന്ന്. നല്ലൊരു വളവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അവിടുത്തെ വയനാട് ചുരം പോലെ ഉണ്ട്. ലെറ്റ്സ് ഗോ. വീണ്ടും ഇറക്കം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ അല്ല പോട്ടെ. സെറ്റ് വ്യൂ കേട്ടോ ഗൈസ്. അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. ഇത് ആ മഞ്ഞുമല ഉണ്ടോ, നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും. അവിടെ എവിടെയാണ് പുള്ളിയുടെ വീടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മഞ്ഞുമലയുടെ സ്റ്റാർട്ടിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നാ തോന്നേ. ഇവിടെ ഏതൊരു ഫാക്ടറി കേട്ടോ, പഴയ കാലത്തെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ലെറ്റ്സ് ഗോ. മാപ്പ് നോക്കട്ടെ ഗൈസ്, പ്രോപ്പറായിട്ട് നോക്കട്ടെ ഇനി എങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടതെന്ന്. ഓക്കെ, നമ്മൾ പോകുന്ന റൂട്ടിലൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ പോട്ടെ. നമ്മൾ ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തെ മലയിൽ പോകണം. അവിടെയാണ് പുള്ളിയുടെ വീടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഓൾ വീൽ ഡ്രൈവിൽ പോട്ടെ. ഇപ്പോൾ കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഗിയർ ഇടാൻ പറ്റും കേട്ടോ. എടാ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാലം കേട്ടാ. വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പണിയാവുമെന്ന് അറിയത്തില്ല. ഇറക്കണോ ഗൈസ്? ഒരു തടിയിലുള്ള പാലമാണ്. നമ്മളെ വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇറക്കി കഴിഞ്ഞാൽ പണിയാവുമെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടാലറിയാം. ഏതോ ആണ്ടവൻ്റെ കാലത്ത് വെച്ച സംഭവമാണ് കേട്ടോ. ഈ പാലത്തിനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഗൈസ്, പ്രത്യേകിച്ച് ഈ മാപ്പിലുള്ള. എപ്പോൾ വേണേൽ പൊട്ടി വീഴാം. വരട്ടെ. അളിയൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ അത് ഒരു സൈഡ് ചരിഞ്ഞാട്ടാ പാലം നിൽക്കണേ. പിന്നല്ല. ഓ എടാ അളിയ ഒന്ന് കുലുങ്ങിയേട്ടാ വണ്ടി. കേറി ഇവിടെ എങ്ങനെയെങ്കിലും ഇറങ്ങി പെട്ടത്. പിന്നല്ല, സേഫായിട്ട് കയറിയിട്ടുണ്ട്. വണ്ടി മൊത്തത്തൊന്ന് കുലുങ്ങിയുടെ അവിടെ. ഐസ് നമ്മൾ മഞ്ഞുമല എത്താറായിട്ടുണ്ട്. ഇതുവരെ അത്ര വലിയ ഓഫ് റോഡൊന്നും നമ്മൾ കയറിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഇച്ചിരി സീൻ സ്ഥലമാണെന്നാണ് തോന്നേ. ഞാൻ കുറച്ച് ഇന്റീരിയർ ഇട്ടൊന്ന് ഓടിച്ചോട്ടെ. എൻ്റെ പള്ളി, ഇതെന്തോ റാലി ട്രാക്ക് ആണെന്ന് തോന്നണേ ഗൈസ്. ഒരു മുതുക്ക് തേരിയാട്ടാ. എനിക്ക് തോന്നുന്നു ഈ മലയുടെ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫുള്ള് അങ്ങോട്ട് തേരിയായിരിക്കും കേട്ടാ. നമ്മൾ ലോ ഗിയർ ഇവിടെ നിന്ന് അങ്ങ് വെച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഇടയിൽ നിന്ന് വെച്ചു കൊടുത്താൽ വണ്ടി ഒന്ന് നിൽക്കട്ടെ. ആദ്യം വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തട്ടെ ഗൈസ്. ഇനി ഒരു എമ്മണ്ടം തേരിയാണ് വരാൻ പോകുന്നത്.
ഡിഫറൻഷ്യൽ ലോക്ക്, ഹൈ ഗിയർ എല്ലാം നമ്മൾ വാരി പറക്കിയിട്ടുണ്ട്. ഇനി ഒന്നും ഇടാനില്ല. ഓക്കെ പോട്ടെ. ലോ ഗിയറിലാണ് ഗൈസ് നമ്മുടെ വണ്ടി കയറുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ഹെൽപ്പിന് വേറെ വല്ല വണ്ടി വിളിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. ഇത് റാലി കാർ ഓടുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഇതായി ട്രക്കും കൊണ്ട് കയറാൻ പോകുന്നത്. ഇനിയിപ്പോൾ മഞ്ഞുമലയുടെ സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് നമ്മളെ വണ്ടി ഇപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും. ഫ്രണ്ടിലത്തെ 2 ടയർ എയറിലാടേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയും നമ്മളും താഴെ കിടക്കും കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ. പോട്ടെ 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 പോട്ടെ. ആളിയാ കയറി 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 കയറി. നിൽക്കല്ലേ നിൽക്കല്ലേ, നിന്നാ തീർന്ന്. കയറ്. ഞാൻ എന്തിനാണോ നിനക്കൊക്കെ ഓക്കെ. ചെറുതായിട്ട് വിഞ്ചിൻ്റെ പിടുത്തം കിട്ടിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. പോട്ടെ 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 പോട്ടെ. സെറ്റ്. അത്രേ ഉള്ളൂ. ചെറിയ സ്പീഡിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കണേ. പിന്നല്ല, കുഴപ്പമില്ലാണ്ട് നമ്മളെ വണ്ടി കയറി പോകുന്നുണ്ട്. BM-ന്റെ സസ്പെൻഷൻ അത്ര പോരല്ലേ. കയറി കയറി കയറി. അത്രേ ഉള്ളൂ ഗൈസ്. ഏതാണ്ട് നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ പീക്കിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് കറങ്ങിയാൽ തീർന്നു കേട്ടോ നമ്മളെ കാര്യം. നമ്മൾ ഏതാണ്ട് 6000 ഫീറ്റിലോട്ടായിരിക്കും നമ്മൾ വീഴാൻ പോകുന്നത്. അമ്മാതിരി ഹൈറ്റിലാണ് നമ്മളുള്ളത് ഉള്ളത്. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിഞ്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അങ്ങോട്ട് വിഞ്ചിലേ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. റൈറ്റ് സൈഡ് പിടിക്കുക. റൈറ്റ് സൈഡ് പിടിച്ചാൽ ഇവിടെ ഏതാണ്ട് നമ്മൾ പീക്ക് ലെവൽ ഹൈറ്റിലെത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങാണ്ട് നോക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റാണ്. ഓക്കെ, സ്നോഫാൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് സ്നോ ആയിരിക്കും. സ്നോയിൽ ഈ ടയർ എത്ര ഗ്രിപ്പ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മളെ കൊണ്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം. നോർമൽ ടയേഴ്സ് എന്തായാലും സ്നോയിൽ ഒട്ടും ഗ്രിപ്പ് വരാൻ പോണില്ല. ആളിയ കയറി 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 കയറി. ഗൈസ് നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് നോക്കി. നമ്മൾ ഇത്രയും ദൂരം കയറി വന്നു കേട്ടോ. ശരിൻ്റെ അളിയ. പോട്ടെ പോട്ടെ. സ്നോയിൽ അത്യാവശ്യം ഗ്രിപ്പുണ്ട് കേട്ടോ വണ്ടി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല ഗ്രിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഗൈസ് ഇതെന്തോ മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് കേട്ടോ. വണ്ടിയുടെ പൊട്ടൻഷ്യൽ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ടയേഴ്സിൽ അത്രയും സ്നോ ആയിട്ടുണ്ട് കേട്ടോ. സ്നോയിൽ കൂടെ ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ ഇതിനകത്ത് വണ്ടി ഓടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. പോട്ടെ പോട്ടെ. അത്യാവശ്യം ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നീ തോന്നുന്നു ഇതിൻ്റെ അടിയിലോട്ട് നല്ല ചെളിയായിരിക്കും കേട്ടോ. പിന്നല്ല, നമ്മൾ അങ്ങനെ അത്രയും ഹൈറ്റ് കയറി വന്നിട്ടുണ്ട് ഗൈസ്. സ്നോ ഒന്ന് കയറിയിട്ട് വേണം നമുക്ക് ഹൈ ഗിയർ ഇടാൻ. നമ്മൾ ഏതാണ്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്താറായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി അവൻ്റെ വീട് എവിടെയെന്ന് കണ്ടുപിടിക്കണോടെ. നല്ല മഞ്ഞൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത് അത്യാവശ്യം നമ്മളെ ടയറിൻ്റെ ലെവലേ ഉള്ളൂ കേട്ടോ മഞ്ഞ്. ഇനി തിരിച്ചിറങ്ങണോ എടാ? ഇനി തിരിച്ചിറങ്ങണോ? എനിക്ക് ആ സാധനം കണ്ടിട്ട് ഇനി നല്ലൊരു ഇറക്കമാണ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നത്. എടാ നമ്മളിപ്പോൾ എത്ര ഹൈറ്റിലെന്ന് കണ്ടോ? എൻ്റെ അമ്മോ, നമ്മളത് ഏതാണ്ട് ആ മൂലയെന്നാണ് കൈസ് നമ്മൾ കയറി വന്നേ. ഇപ്പം നമ്മൾ ഏതാണ്ട് ഇപ്പുറത്തെ മലയുടെ അങ്ങേ അറ്റത്ത് കയറിയിട്ടുണ്ട് നമ്മൾ. ഈ റൂട്ട് തന്നെയാണോന്ന് അറിയത്തില്ല കേട്ടാ. ഓ ബ്രോ ഗൈസ്, ഇറക്കമാണ് കേട്ടാ. ഇറക്കമാണ്. ഷെഡാളി ഇതെങ്ങനെയാടാ ഇറങ്ങിപ്പോകുന്നത് നമ്മള്? ഓളിയോ, നല്ല ഇറക്കോട്ടാ കുത്തിറക്കമെന്ന്. ഓക്കെ ഗൈസ്, നമ്മളെ BM നമുക്ക് സേഫ് ആക്കണം. എടാ ബാക്കൊക്കെ കുത്തി പൊങ്ങുവാട്ടാ. ഡേ എവിടെ പോകുന്നു അളിക്കാ? നമ്മളെ BM മറിയാൻ പാടില്ല ഗൈസ്. കസ്റ്റമറുടെ വണ്ടിയാണ്. നമ്മളെ ട്രക്ക് മറിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ അളിയ, ഞാൻ അധികം ബ്രേക്ക് ഔട്ടുന്നില്ല. ഇവിടെ ബ്രേക്കിനാണ് പ്രശ്നം. ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ വണ്ടി മറിയും. എൻ്റെ ടയർ പോയി. പിന്നല്ല, ഇറക്ക. ഇതൊക്കെ ആരടാ ഈ റൂട്ടൊക്കെ ആരാന്ന് റോഡ് വെട്ടിയിട്ടുള്ളത്? അതാണ് എനിക്കറിയണ്ട. ഇതാ മരങ്ങളൊക്കെ മുകളിൽ നിന്ന് ഒടിഞ്ഞ് താഴെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടാ, ഇതുവഴി വണ്ടി ഓടിയിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നുണ്ട്.
നമ്മൾ ആവശ്യമില്ലാത്ത വഴി കയറിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ വഴി തെറ്റി ഒരു ട്രാക്കിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടാ. അടിപൊളി. നമുക്ക് പോകേണ്ട റൂട്ട് സ്ട്രെയിറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. സ്ട്രെയിറ്റിലോട്ട് റോഡ് ഉണ്ടാടേ. എനിക്ക് റോഡ് ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞ റൂട്ട് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഈ സൈഡ് നമ്മൾ വന്നിട്ടില്ല, അതാണ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നമുക്ക് ഇറക്കിയിടാം കേട്ടോ. പുള്ളിക്കാരൻ വന്ന് എടുത്തിട്ട് പോട്ടെ, അതായിരിക്കും നല്ലത്. നമ്മൾ എന്തായാലും ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ BM എന്തായാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ പുള്ളി എന്തായാലും ഇവിടെ വന്ന് വണ്ടി എടുക്കാന്നാണ് കേട്ടോ. എടാ അവിടെ എന്തോടാ തടി മോഷണം ഗൈസ്, പട്ടാപ്പകൽ തടിയൊക്കെ ഏറി കിടന്ന് കളിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇത് ഗ്രാവിറ്റി, ഇവിടുത്തെ ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ തടി ഒക്കെ മണ്ടയിൽ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ BM എന്തായാലും നമുക്കിവിടെ ഇറക്കാം കേട്ടോ ഗൈസ്. വണ്ടി താനെ ഓഫായി പോകുന്നറേ. നമുക്ക് ആദ്യം അൺപാക്ക് ചെയ്യാം, എന്നിട്ട് പതിയെ നമുക്ക് ഇതിനെ ഇവിടെ ഇറക്കി വിടാം. പോട്ടെ 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 പോട്ടെ, ഞാനിപ്പോൾ ഇറക്കി വിടും നമ്മളെ BM-നെ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ BM-ൽ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇതിനെ നൈസായിട്ട് ഇവിടെ ഇറക്കി വിടാം. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കല്ലേ ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റാലിയുടെ ഓടുന്ന BM ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ യൂസ് ചെയ്യണ വണ്ടിയായിരിക്കും കേട്ടോ, ട്രാക്കിൽ യൂസ് ചെയ്യുന്ന വണ്ടിയായിരിക്കും ഇത്. പിന്നല്ല, ബാറ്റ്മാൻ എഡിഷൻ മിറർ ആണല്ലേ വണ്ടിയിലുള്ളത്. കണ്ടാ നിങ്ങൾ അത് ശ്രദ്ധിച്ചാ? ഞാനും അത് ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. പിന്നല്ല. അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയണേ, നമുക്കിതിനെ നമ്മുടെ വീട്ടിൽ തിരിച്ചുവിടണം. അപ്പോൾ ഇതാദ്യം ഫിക്സ് ചെയ്യട്ടെ. ഓക്കെ, നൈസായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ തിരിക്കാം. എന്തായാലും കുറേ പാടുപെട്ടു കേട്ടോ ഈ സാധനം നമ്മളിവിടെ കൊണ്ടെത്തിക്കാനായിട്ട്. എടാ തടിയൊക്കെ മുകളിൽ ഏറി കിടന്ന് കളിക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. ഓക്കെ, വായ. പിന്നല്ല, ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ ഗൈസ് ഈ സാധനത്തിന്, അത് സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിതിനെ എന്തായാലും നമ്മുടെ ഗാരേജ് കൊണ്ടുവരണം. അപ്പോൾ ഇനി നാളെ വേറൊരു പരിപാടി ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് തടി കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വേണം നമുക്കടുത്ത് അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും വരാറില്ലായിരുന്നു ഗൈസ്, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 100K ആണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.